ക്രിസ്മസ് വ്ലോഗ് കാണാൻ പറ്റും. സൂപ്പർ. അപ്പൊ നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് കിടക്കാം. ഹാപ്പി ക്രിസ്മസ് ഗൈസ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഡിസംബർ 25 ക്രിസ്മസ് ഡേ ആണ്. കസിൻസൊക്കെ വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ക്രിസ്മസ് വൈബായി കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്തു. നമ്മുടെ ലിയോക്കുട്ടനുണ്ട് ഇവിടെ. ലിയോക്കുട്ടൻ്റെ പുതിയ ടോയും കളിച്ചോണ്ടിരിക്കുക. പി പി ആക്കി ഇവിടെ പറഞ്ഞ അതുപോലെ ആക്കൂട്ടോ ലിയോക്കുട്ടൻ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചെറിയൊരു ക്രിസ്മസ് വ്ലോഗ് കാണാൻ പറ്റും. ലിയോ അപ്പോൾ എൻ്റെ കസിൻസ് വരുന്നതാണ്. മമ്മി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണി നമ്മൾ പുറത്തു നിന്നായിരിക്കും വാങ്ങിക്കാം. പിന്നെ പുറത്ത് നമ്മൾ ജസ്റ്റ് പോകുന്നുണ്ടായിരിക്കും ബീച്ചൊക്കെ കാണാൻ. അവർ മധുരയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ ബാക്കി നമുക്ക് വ്ലോഗ്സിൽ കാണാം. ഓക്കെ. എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി 10 മണിയായപ്പം എണീറ്റ് വന്നിട്ടുണ്ട്. പെണ്ണമ്മ ഫുഡൊക്കെ കഴിച്ചു അല്ലേ? നോക്കൂ. ഇനി മമ്മി ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദോശയും സോയാ കറിയും പിന്നെ ഫിഷ് കറിയുണ്ട്. അത് മാത്രമാണ് നമ്മുടെ ഓ മമ്മി കിടിലൻ. ബീഫിലെന്താ? ബീഫ് വരട്ടിയതോ റോസ്റ്റ് എന്തും പറയാതോ. മമ്മി രാവിലെ എണീറ്റിട്ട് ഇതൊക്കെ ഉണ്ടാക്കി. നല്ല കിടിലൻ മണം എന്നത് പറഞ്ഞു സമ. നല്ല മണം, ഒടുക്കത്തെ കിടിലൻ മണം. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ റിയാക്ഷൻ പറയുന്നതായിരിക്കും. എന്നാ കഴിക്കും. സാമ ഇപ്പൊ കഴിക്കാൻ പോവാ. സാമ കഴിച്ചിട്ട് അതിന്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അതിന്റെ മമ്മി ഉണ്ടാക്കിയ ബീഫ് നല്ല ദോശയും സാമ ടേസ്റ്റ് ചെയ്യുകയാണ്. സാമ ഹൗസ് ഇറ്റ്? സൂപ്പറാ മമ്മി? സൂപ്പർന്ന്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മമ്മി പറയുന്നത് ആദ്യം മമ്മിക്ക് മമ്മിയുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ കണ്ട് ഫുഡ് കൊടുക്കണം. ഇതാണ് ആ കക്ഷി. ഇവൻ എപ്പോഴും മമ്മീനെ കാത്തിരിക്കും. അപ്പം ഇവന് കൊടുക്കാണ്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടായിരുന്നു മമ്മി ഉണ്ടായത്. നമ്മളെ പുറത്ത് ബിരിയാണിയൊക്കെ ഓർഡർ കൊടുത്തിട്ട് തിരിച്ചു വന്നപ്പം സാമ വീടൊക്കെ വൃത്തിയാക്കി ഭയങ്കര ഭംഗിയാക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ സോഫയൊക്കെ അറേഞ്ചൊക്കെ ചെയ്ത് മോനെ. മമ്മി ഫുള്ള് വൈറ്റും റെഡൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മമ്മി കിഡിലൻ കപ്പയും ബീഫും ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ ഇപ്പൊ പോവും. ബിരിയാണി നമ്മൾ അജ്വാസിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന. സാമ എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദി ഫുഡ്? ഫുള്ള് തീർത്ത് കപ്പയും ബീഫും. ഫൈനലി നമ്മുടെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ താഴെ പോയിട്ട് അവരൊന്ന് വെൽക്കം ചെയ്യും. നഹുൽ ബേബി, ചോട്ടാസ് എല്ലാം ലൂണ ബേബി, ലിയോക്കുട്ടൻ നഹുൽ ബേബിനെയൊക്കെ കണ്ട എക്സൈറ്റ്മെന്റില്. നഹുൽ ബേബി ഹായ്. ഇതാണ് പാച്ചു ചേച്ചി. അതെ സൂപ്പർ. Happy Christmas. Vlog ആണോ? Yes. ലിയോയ്ക്ക് കാണാണ്ട് സമാധാനമില്ല. നമ്മള് ഇപ്പൊ ബിരിയാണി ഒക്കെ കഴിച്ചു. നല്ല കിഡിലും മട്ടൻ ബിരിയാണി ആയിരുന്നു. എല്ലാവരും കഴിച്ചു. ഇപ്പൊ നമ്മളെല്ലാം പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുക. ക്രിസ്മസ് അല്ലേ, ഇപ്പൊ എന്തായാലും പുറത്ത് പോയി കാഴ്ച കാണണം. സോ പുറത്തു പോകാനുള്ള പ്ലാനിലാണ്. ഓക്കെ, അപ്പം പുറത്ത് പോയിട്ട് ബാക്കി ഗൈസ്. നമ്മളിപ്പോൾ ബീച്ചിൽ സെന്റ് ആൻഡ്രൂസ് ബീച്ചിലേക്കാണ് പോകുന്നത്. യെസ്, ആൻഡ്രൂസ്. അവിടെ പോയിട്ട് വലിയ ക്രിസ്മസ് പാപ്പ ഉണ്ടെന്നാണ് സാമ പറയുന്നത്. സോ നമുക്ക് അത് പോയി കാണാം. പെണ്ണമാമയുണ്ട്, പി പാച്ചേച്ചി, ഗുരുച്ചാച്ചൻ, കുഞ്ഞുമാവ എവിടെ? ചോട്ട എവിടെ? ഇതിന്റെ ഇടയിൽ എവിടെയോ ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ സെന്റ് ആൻഡ്രൂസ് ബീച്ചിൽ അങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട്. നമ്മൾ കറക്റ്റ് സൺസെറ്റ് ടൈമിൽ തന്നെ എത്തി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സൺസെറ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ കറക്റ്റ് ടൈമിലൊന്നും എത്തത്തില്ല, ലേറ്റ് ആവും, കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായി. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ
വാസ് പെർഫെക്റ്റ് ടൈം. എന്ത് ഭംഗിയാ കാണാൻ. ആ സൺസെറ്റും ആ സൺറൈസ് വന്ന വെള്ളത്തിൽ വീഴുമ്പോഴുള്ള ആ കളറും കാര്യങ്ങളൊക്കെ. കുറേ നേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കും, എത്ര നേരം വേണേലും നോക്കിയിരിക്കും സൺസെറ്റ് കഴിയുന്നവരെ. ബട്ട് സ്റ്റിൽ ആ കാണുന്നതാണ് സാന്താ അപ്പൂപ്പൻ. വലിയൊരു സാന്താക്ലോസ് ആണ്. പിന്നെ ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിന് മുന്നേ തിരിക്കുമായിരിക്കും. എനിവേ, സൺസെറ്റ് കണ്ടതിൽ വളരെ സൺസെറ്റ് കണ്ട് നമ്മൾ നേരെ വെട്ടേട് പള്ളിയിലേക്കാണ് വന്നത്. ഇവിടെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് കുറേ സ്റ്റാർസ് ഒക്കെ ഇട്ട് നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അധികം വ്ലോഗ് എടുക്കാനൊന്നും പറ്റത്തില്ല, കാരണം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല. അങ്ങനെ ക്രിസ്മസ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കുറേ വ്ലോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു, സെൻറ് ആൻഡ്രോഡ് സ്പീച്ച് ചെയ്യുന്ന വെട്ടുകാട് പള്ളി പോകുമ്പോൾ ഒക്കെ. പക്ഷേ നല്ല കിടിലൻ ബ്ലോക്കായിരുന്നു. ഏകദേശം നമ്മളൊരു 1.25-2 മണിക്കൂർ ബ്ലോക്കിൽ മാത്രമായിരുന്നു. അവസാനം വെട്ടുകാട് പള്ളി എത്തിയപ്പം ഫുൾ ആൾക്കാരൊക്കെ ആയിട്ട്, ക്രിസ്മസ് അല്ലേ, അപ്പം എല്ലാവരും ഫാമിലിയുടെ ചർച്ചിലൊക്കെ വന്ന ടൈമാണ്. അപ്പം അധികം വ്ലോഗ് എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീടെത്താൻ തന്നെ, വീട്ടിലേക്ക് പോകുമ്പോഴും അവിടെ അതിൻ്റെ അപ്പുറം ബ്ലോക്കായിരുന്നു. അപ്പോൾ ഏകദേശം വീടെത്തിയപ്പോൾ 11-11:30 ആയി. പിന്നെ നമ്മൾ എല്ലാവരും വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ കാരണം വീട്ടിൽ ഓൾറെഡി മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നല്ല ബിരിയാണിയും ചപ്പാത്തിയും ബീഫും ഒക്കെ കൂട്ടി അങ്ങോട്ട് കഴിച്ചു. അപ്പം അതിനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ എല്ലാവരും തിരിച്ചുപോയി. അപ്പോൾ എൻ്റെ കസിൻസ് അവർ കുറേ നാൾക്ക് ശേഷം വന്നായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ക്രിസ്മസ് എന്ന് പറയുമ്പം ഫാമിലിയായിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുക അതൊക്കെയാണല്ലോ. നമ്മളെപ്പോഴും എല്ലാ വർഷവും പടക്കം പൊട്ടിക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്പം ലൂണ ബേബി, ലിയോ കുട്ടൻസ് ഒക്കെ ഉള്ളത് കാരണം പടക്കം അധികം ഒന്നും പൊട്ടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടി സംസാരിച്ചു, ഫുഡ് കഴിച്ചു. നമ്മൾ തലേന്ന് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ എൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ ജസ്റ്റ് പോയി ഹാപ്പി ആക്കിയിട്ട് ഇറ്റ് വാസ് നൈസ്. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ക്രിസ്മസ്. സോ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ശരി, നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.